Hey friends, ഇന്നത്തെ നമ്മുടെ വീഡിയോ ബാത്റൂം കൺസീലിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന CPVCയുടെ ഫിറ്റിങ്സുകൾ ഏതൊക്കെയാണ് എന്നൊന്ന് നോക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നതെല്ലാം നമ്മൾ ബാത്റൂം കൺസീലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നേക്കുന്നതാണ്. ഇതെല്ലാം CPVCയുടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ചൂടുവെള്ളത്തിൻ്റെയും തണുത്ത വെള്ളത്തിൻ്റെ എല്ലാം നമ്മൾ CPVCയുടെ പൈപ്പുകൾ തന്നെയാണ് ഇട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫിറ്റിങ്സുകളാണ്, അതിൻ്റെ അളവുകൾ, അത് നമ്മൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റിലെ തന്നെ നമുക്ക് ഇത് 1/4 T ആണ്, STR 11 ആണ് എല്ലാ ഫിറ്റിങ്സുകളും നമ്മൾ എടുത്തേക്കുന്നത്. ഇത് 1/4 നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 1/4 T ആണ്. ഈ കാണുന്നത് 1/4 ഇഞ്ചിൻ്റെ T ആണ്. അതായത് ടാപ്പുകളിലോട്ടൊക്കെ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന 1/4 ഇഞ്ചിൻ്റെ T ആണ്. അപ്പോൾ 3 കണക്ഷൻസായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതിനാണ് 1/4 ഇഞ്ച് T ഉപയോഗിക്കുന്നത്. ഇത് 1/4 ഇഞ്ചിൻ്റെ 45 ആണ്. അതായത് നമ്മൾ സൈഡിൽ നിന്ന് ക്രോസ് ആയിട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇത്. അപ്പോൾ ഇത് 1/4 ഇഞ്ചിൻ്റെ 45 ആണ് ഈ കാണുന്നത്. അടുത്തത് വരുന്നത് നമുക്ക് ഇത് 1 ഇഞ്ചിൻ്റെ എൽബോ ആണ് ഈ കാണുന്നത്. ഇത് 1 ഇഞ്ചിൻ്റെ എൽബോ ആണ് നമ്മളിപ്പോൾ എടുത്തത്. അതേപോലെ തന്നെ ഇത് 1/4 റെഡ്യൂസറാണ്. 1/4 നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെഡ്യൂസറാണ് ആ കണ്ടത്. ഇത് 1/4 ഇഞ്ച് എൽബോ ആണ് ഈ കാണുന്നത്. 1/4 ഇഞ്ച് എൽബോ ആണ് ഇത്. STR 11 ആണ് എല്ലാ ഫിറ്റിങ്സുകളും നമ്മളിവിടെ ഉപയോഗിച്ചേക്കുന്നത്. ഇത് 1/4 ഇഞ്ച് T ആണ്. STR 11 തന്നെയാണ് ഫിറ്റിങ്സുകളെല്ലാം. ഇത് 1/4 ബ്രാസ് എൽബോ ആണ്. അതായത് നമ്മൾ ടാപ്പുകളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇത് 1/4 ബ്രാസ് എൽബോ ആണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ അടച്ചിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്ലഗ്ഗാണ് നമ്മൾ ഈ കാണുന്ന 1/2 ഇഞ്ച് ലോങ് പ്ലഗ്ഗാണ്. അപ്പോൾ എപ്പം യൂസ് ചെയ്താലും 1/2 ഇഞ്ചിൻ്റെ ലോങ് പ്ലഗ് തന്നെ യൂസ് ചെയ്യണം. ചെറിയ പ്ലഗ് യൂസ് ചെയ്യൽ, ലോങ് ആണ് ബെറ്റർ. ഇത് 1/4 ബ്രാസ് റെഡ്യൂസറാണ്. അതായത് നമ്മൾ നീളത്തിൽ, അതായത് നമ്മൾ കുറ്റിയായിട്ട് എന്തെങ്കിലും ഉപയോഗിക്കുന്നിടത്ത് നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്രാസ് റെഡ്യൂസർ, നേരെയുള്ള റെഡ്യൂസർ യൂസ് ചെയ്യുന്നത്. ഇത് 1/4 ഇഞ്ചിൻ്റെ MD ആണ്. നമ്മളിത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഷവർ കോക്കൊക്കെ സെറ്റ് ചെയ്യാനും അതേപോലെ CPVCയും PVCയും നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് ഷവർ കോക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ MD 1/4 ഇഞ്ചിൻ്റെ MD ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് ക്രോസ് ബെൻഡാണ്. അതായത് ഓവർ ബെൻഡ് എന്നും പറയും, ക്രോസ് ബെൻഡ് എന്നും പറയും. ഇത് 2 ലൈനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയി പോകാൻ നേരത്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള നമ്മൾ ക്രോസ് ബെൻഡുകൾ യൂസ് ചെയ്യുന്നത്. ഇത് 1/4 ഇഞ്ചാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചേക്കുന്നത്. ഇത് വരുന്നത് നമ്മുടെ 1 ഇഞ്ചിൻ്റെ എൽബോ ആണ് വരുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഇത് 1 ഇഞ്ചിൻ്റെ എൽബോ ആണ്. അടുത്തത് ഇത് വരുന്നത് 1 ഇഞ്ചിൻ്റെ T ആണ്. നമ്മൾ അടിയിൽ നിന്നുള്ള മെയിൻ ലൈൻ വരുന്നതെല്ലാം 1 ഇഞ്ചും അതിൽ നിന്ന് സബ് പോകുന്നതെല്ലാം 1/4 നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 1 ഇഞ്ചും അതേപോലെ 1/4 ഇഞ്ചും നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നല്ല ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഈ CPVCയുടെ ഗമ്മാണിത്. സുപ്രീമിൻ്റെ ബോണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ എടുത്തേക്കുന്നത്. അതായത് CPVCയുടെ പൈപ്പുകളും ഫിറ്റിങ്സുകളും നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പശയാണത്. ഇത് നമ്മുടെ സാധാ UPVCയുടെ സോൾവെൻ്റ് ആണ്. അതായത് ഹൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ UPVCയുടെ സാധാ PVC പൈപ്പ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഹൈ ബോണ്ട് യൂസ് ചെയ്യുന്നത്. ഈ യെല്ലോ കളറുള്ള സുപ്രീമിൻ്റെ നമ്മൾ CPVCയുടെ, അതായത് ചൂടുവെള്ളത്തിൻ്റെയൊക്കെ പൈപ്പ് ഈ കാണുന്ന ഫിറ്റിങ്സുകൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പശ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടിനും 2 പശകളാണ്. അതായത് PVC ഒട്ടിക്കാൻ സാധാ UPVC ഒട്ടിക്കാനും വേണ്ടിയിട്ട് 2 പശകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബാത്റൂം കൺസീലിങ്ങിൻ്റെ അകത്ത്